ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ ദിവസവും നമ്മൾ കുറഞ്ഞത് 2 നേരമെങ്കിലും നമ്മൾ ഈ മൈക്രോ ഗ്രീൻസിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ വെയിലൊട്ടും കിട്ടാത്തിടത്താണെന്നുണ്ടെങ്കിൽ ഒരല്പസമയം ഇളം വെയിൽ നമ്മുടെ ഈ മൈക്രോ ഗ്രീൻസ് കൊടുക്കുക. അത് രണ്ടുമാണ് നമ്മുടെ മൈക്രോ ഗ്രീൻസ് വളരെ പെട്ടെന്ന് നന്നായി വളരാൻ സഹായിക്കുന്നത്. ഇപ്പോൾ ദാണ്ടേ 3-ാമത്തെ ദിവസം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും എന്ത് പെട്ടെന്നാണ് നമ്മുടെ മൈക്രോ ഗ്രീൻസ് വളരുന്നതെന്നുള്ളത്. ഈ മൈക്രോ ഗ്രീൻസ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡിഷസ് ഉണ്ടാക്കാം. സാലഡ് ഉണ്ടാക്കാം, അതുപോലെ തോരൻ ഉണ്ടാക്കാം. മുട്ടയും ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. മൊമോസ് ഉണ്ടാക്കാം. അതുപോലെയുള്ള പല ഡിഷസ് ഞാൻ ഇതിൻ്റെ പുറകെ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ 4-ാമത്തെ ദിവസത്തെ വളർച്ചയാണ് ഞാൻ ഈ കാണിക്കുന്നത്. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മൈക്രോ ഗ്രീൻ വളർന്നു വരുന്നുണ്ട്.